രാത്രി ആയപ്പോഴത്തേക്കും അപ്പം കുറച്ച് അധികം തന്നെ ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നമുക്ക് രാത്രിത്തേക്ക് മാത്രം വേണ്ട ഒരു 10-12 ചാളയോളം എടുത്തിട്ട് ദേ വെട്ടിത്തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം നല്ല മുട്ടയും പലഞ്ഞീലും ഒക്കെ ഉള്ള ചാളയായിരുന്നു കേട്ടോ. എന്നാ പിന്നെ രാത്രിത്തേക്ക് നല്ല ചൂട് പുട്ടും ചാളക്കറിയും കൂട്ടി കുഴച്ചടിക്കാന്ന് കരുതി. അപ്പൊ പിന്നെ ചാള മാത്രം തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇരുന്ന് റെസ്റ്റ് എടുത്തൊക്കെയാണ് കേട്ടോ മീനെല്ലാം വെട്ടിയെടുത്തത്. ഇനിയിപ്പോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ചാള തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതേ ചാളക്കറിക്കുള്ള ചാറെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള പൊടിയെല്ലാം നനച്ചെടുക്കാട്ടോ. ഇത് ഞാൻ ഉന്തിയിട്ട് തള്ളിയെടുക്കണ പുട്ടല്ല കേട്ടോ ഉണ്ടാക്കണത്. സാധാരണ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കൂലേ, ആ ഒരു പുട്ടാണ്. ഇതാകുമ്പോഴത്തേക്കും ഒറ്റ പ്രാവശ്യം കൊണ്ട് കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയും പൊടിയും കൂടെ ഒരുമിച്ചാണ് കുഴച്ചെടുത്തേക്കണത്. അങ്ങനെ കുഴച്ചെടുത്ത പൊടി ഞാൻ ഇഡ്ഡലി ചെമ്പിലോട്ട് ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചാറൊക്കെ അതേ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതേ ചാളയെല്ലാം വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതിയിലാക്കി വെച്ചേക്കാട്ടാ. ഇഡ്ഡലി ചെമ്പും അടുപ്പത്തേക്ക് വെച്ച്. അപ്പം രണ്ടും അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്നാവട്ടെ. അങ്ങനെ പുട്ടും ചാളക്കറിയും അടുപ്പത്താക്കിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് കുറച്ച് പാത്രം ഉള്ളത് അങ്ങോട്ട് തേച്ച് കഴുകി വെക്കാമെന്ന് കരുതി കേട്ടാ. അപ്പോഴേ ഇതിനിടയ്ക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. മുംബൈയിലുള്ള പ്രീതി ചേച്ചിക്ക് എൻ്റെ വലിയ ഒരു ഹായ്. അങ്ങനെ ഇഡ്ഡലി ചെമ്പിന്ന് ആവി വന്നപ്പോഴത്തേക്കും ഞാൻ ദേ പുട്ടൊക്കെ ഒന്ന് ഇടക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പുട്ടും ചാളക്കറിയും ഒരുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ചട്ടിയാട് കൂടെ തന്നെ ഞാൻ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോണേ. ഇഷ്ടമുള്ള ആൾക്കാർ എത്രയും വേണമെങ്കിലും കോരിയിട്ട് കഴിച്ചോട്ടെ എന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ ഹാജരായിട്ടുണ്ട്. പക്ഷെ കുറച്ച് മൂശാട്ട കറി ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു വളിച്ച ചിരിച്ചിരിച്ചത്. അപ്പോൾ എല്ലാവരും എടുത്തതിന്റെ അവസാനം ബാക്കിയുള്ളത് മുഴുവനും എനിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാവരോടും ആദ്യം എടുത്തോളാം. അവസാനത്തേക്കും കുറച്ച് അധികം ഉണ്ടാവില്ല. അങ്ങനെ ദേ പുട്ടും മീൻകറിയും കൂട്ടി തട്ടിയ പത്തോളം കേട്ടോ.